അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കിടയിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ വിഷമം മാറ്റാൻ, എന്താണ് ഇനി ചെയ്യേണ്ടത്, എൻ്റെ തട്ടുമുട്ടലൊന്നും മാറിപ്പോകുന്നില്ല, എൻ്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പലർക്കുമുള്ള ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു വഴിയുണ്ട്. പടച്ച റബ്ബ് പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു വഴിയുണ്ട്. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഒരു സമയമുണ്ട്, ചെയ്യേണ്ട രീതിയുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ സമയം എങ്ങനെയാണ്? വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം, വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇശാ നമസ്കാരത്തിന് ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ഇശാ നിസ്കരിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ട് തന്നെ നിസ്കരിക്കുക. അപ്പോൾ വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? കഴിയുന്നത്ര സ്വലാത്ത് അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, കഴിയുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ശേഷം എന്താണ് ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ 41 പ്രാവശ്യം ചൊല്ലുക. ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് 41 പ്രാവശ്യം ചൊല്ലുക. ഇശാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഖുർആൻ പാരായണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇശാ നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് 41 പ്രാവശ്യം ചൊല്ലാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ലാ ഇലാഹ, നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 41 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണം? ആവശ്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇരു കൈയും ഉയർത്തി ആത്മാർത്ഥമായി കൊണ്ട് പടച്ച റബ്ബിനോട് തേടുക. പടച്ച റബ്ബിനോടല്ലാതെ നമുക്ക് ആരോടും ചോദിക്കാനില്ല. മനസ്സിൽ തട്ടിക്കൊണ്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ഉള്ളുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായും പടച്ച റബ്ബ് ഉത്തരം നൽകും. പടച്ച റബ്ബ് നിങ്ങളെ സഹായിക്കും. പടച്ച റബ്ബ് നമ്മെ കൈവിടില്ല. പടച്ച റബ്ബ് നമ്മെ ഒരിക്കലും കൈവിടില്ല. പടച്ച റബ്ബ് മാത്രമാണ് നമുക്ക് രക്ഷ. അതുകൊണ്ട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. മനസ്സുരുകി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഈ സമയം ഇതുപോലെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. പടച്ച റബ്ബിനോട് ആവശ്യങ്ങൾ പറയുക. ലോക ജീവിതവും വിജയത്തിലാക്കുവാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് പറയുക. നരകത്തെ തൊട്ട് ഹറാമാക്കാൻ പറയുക എന്ന കാര്യങ്ങളൊക്കെ പറയുക. അതാണ് നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം. അതിനപ്പുറം ഒന്നുമില്ല. സ്വർഗം ഹലാലാക്കുക, നരകം നമ്മെ തൊട്ട് ഹറാമാക്കുക എന്നാണ് നാം ആദ്യം പറയേണ്ടത്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ പറയുക പടച്ച റബ്ബിനോട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകും. പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.